ആ രാത്രി ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു പോയിരിക്കണോ, പക്ഷെ നമ്മൾ മരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കണ്ടേ. അപ്പോൾ ദൈവത്തിനോട് നമുക്കൊരു നന്ദി പറയാം. കിട്ടിയ മാർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യാലോ. അതെ, നീ 8 മാർക്ക് വാങ്ങിയല്ലോ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കൊന്ന് ഉഷാറാക്കണം കേട്ടോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ബസ് അവനതൊരു സമാധാനം. എന്താ അതിൻ്റെ ബാക്കി 2 മാർക്ക് എവിടെ പോയി, ഇതാ അടുത്ത വീട്ടിലെ കുട്ടി കണ്ടില്ലേ. ബാക്കി എല്ലാം കഴിയുമായിരിക്കും, പക്ഷെ മറ്റൊരു കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഇന്നും നാളെയും നിൽക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല സാർ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതെന്താണ് ഇവൻ്റെ ഉള്ളിലുണ്ടാകുന്ന മെൻ്റൽ ട്രോമ. നമ്മളെ ശരീരം മനസ്സെന്ന് പറയുന്നത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ കഴിവുള്ള സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേമാതിരി നമുക്ക് കിട്ടിയിട്ടുള്ള ശരീരം മനസ്സെന്ന് പറയുന്നത് ഒരു അപാര സംഭവമാണ്. അതുകൊണ്ടാണ് അറബിന്ദോ പറഞ്ഞത് യോഗ ഈസ് ദി ടെക്നോളജി ടു മേക്ക് എ മാൻ എ സൂപ്പർമാൻ. സാർ, ഇപ്പോൾ പേരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. ഇപ്പോൾ കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. കുട്ടികളോട് ഫ്രണ്ട്ലി ആകണമെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ എന്താണ് പേരൻറ്റിങ് എന്ന് പറയുന്നത്? ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ ഫോൺ ഉപയോഗമുള്ള ആളുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ, അതായത് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പേരൻറ്റിങ് വേണ്ടത്? വെരി ഗുഡ്, വളരെ നല്ല ചോദ്യം. ഈ ഭരണം, ഇന്ന് രാജ്യത്ത് ഭരണം നടക്കുന്ന 2 ലെവലിലാണ്. ഒന്ന് മൈക്രോ ലെവലിലും ഒന്ന് മാക്രോ ലെവലിലും. മൈക്രോ ലെവലിൽ ഭരണം എന്ന് പറയുന്നത് ഒരു കുടുംബം നടത്തലാണ്. മാക്രോ ലെവലിൽ ഭരണം എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യഭരണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതിന് രണ്ടിനും ഒരു ട്രെയിനിങ്ങും ഇല്ല. 25 വയസ്സ് തികഞ്ഞ ആർക്കും കണ്ടസ്റ്റ് ചെയ്യാം, MP ആവാം, പ്രധാനമന്ത്രി ആവാം, അല്ലേ? 25 വയസ്സ് കഴിഞ്ഞ ആർക്കും കണ്ടസ്റ്റ് ചെയ്യാം, MLA ആവാം, മുഖ്യമന്ത്രി ആവാം, ഒരു സ്റ്റേറ്റ് ഭരിക്കാം വിത്തൗട്ട് എനി ട്രെയിനിങ്. സെയിം ഡിറ്റോ, കല്യാണം കഴിക്കണോ, ഭാര്യ വരണോ, കുട്ടി ഉണ്ടാവുന്നോ, ഗൃഹഭരണം തുടങ്ങി, 2 പേർക്കും ഒരു ട്രെയിനിങ് ഇല്ല. ആക്ച്വലി 2നും അപാരമായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ ഇതിൽ ചോദ്യം പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടാണല്ലോ. ഈ പാരൻറ്റിങ്ങിനെ വളരെ സംക്ഷിപ്തമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, നമ്മൾ സ്വതവേ പാരൻറ്റിങ്ങിന് ക്ലാസ് എടുക്കുന്നത് പരത്തിയ സബ്ജക്റ്റാണ്, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമ്മളത് അതൊരു കൺസൈസായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു 3A എന്ന് പറയാം. 3Aയും ഒരു Cയാണ്. 3A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് അറ്റൻഷൻ, നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുക, അതാണ് ആദ്യത്തെ A. അധികം ഇപ്പോൾ 2 പാരൻസും അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന കുടുംബങ്ങളാണ് മിക്കവാറാണ് കുടുംബങ്ങൾ. അവർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ തന്നെ സമയമില്ല. അതിൻ്റെ ഫസ്റ്റ് കാഷ്വാലിറ്റി ഞാൻ അധിക കുടുംബങ്ങളിലും കാണുന്നത് അതിൻ്റെ ദൂഷ്യവശം. അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യവശം അനുഭവിക്കുന്നത് കുട്ടികളാണ്. നമ്പർ 1. ഒന്ന്, ദി ലാക്ക് ഇൻ പേഴ്സണൽ അറ്റൻഷൻ. അതുകൊണ്ടാണ് പണ്ടൊക്കെ 90 ദിവസമേ പ്രസവാവധി ഗവൺമെൻറ് കൊടുത്തുള്ളൂ. ഗവൺമെൻറ് തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയത് ഈ 90 ദിവസം തീരെ പോരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 6 മാസമാക്കിയിട്ടുണ്ട്. അത് സംഭവം ഇതാണ്, ഈ 6 മാസമെങ്കിലും ഈ അമ്മയ്ക്ക് കുട്ടിക്കൊന്ന് അമ്മനെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് 6 മാസമാക്കി. അപ്പോൾ ദ ഫസ്റ്റ് തിങ് ഈസ് അറ്റൻഷൻ. ഈ അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് അല്ല, നമ്മളുടെ ശ്രദ്ധയിലായിരിക്കണം കുട്ടി അവനെവിടെ പോകുന്നു. അതിപ്പോൾ ഏത് ക്ലാസ്സിലായാലും ശരി, കുട്ടി ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പോയി സ്കൂളിലേക്കെന്ന് പറഞ്ഞു, ഇവൻ സ്കൂളിലേക്ക് തന്നെയാണോ പോകുന്നത്, അത് ഇവൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയണം അവൻ എവിടെയാണ് പോകുന്നത്. സ്കൂളിൽ തന്നെ ഇപ്പോൾ നമ്മൾ സ്കൂൾസിലൊക്കെ അവർ വിളിച്ച് പാരൻറ്റിങ്ങിന് ക്ലാസ് എടുപ്പിക്കലുണ്ട്, 2-3 മണിക്കൂറിൻ്റെ ക്ലാസ്. അപ്പോൾ അതൊരു 1.5 മണിക്കൂർ പാരൻസിനാണ്, പിന്നെ 1.5 മണിക്കൂർ കുട്ടികൾക്ക്. അപ്പോൾ പാരൻസിനാണ് നമ്മൾ പാരൻറ്റിങ് എടുക്കുക. കുട്ടികൾക്ക് എങ്ങനെ പഠിക്കണം, ഹൗ ടു ലീവ് എന്നുള്ളതിനെ പറ്റി ജനറലായിട്ട് പറഞ്ഞു. അതിൽ ഞാനൊരു സ്കൂളിൽ പോയത് ഗവൺമെൻറ് സ്കൂളിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ പോയപ്പം പറഞ്ഞ്, അവിടെ സ്കൂളിലേക്ക് പോകുന്ന പല കുട്ടികളും അവരടുത്തൊരു മാളുണ്ട്, ആ മാളിൽ പോയിട്ട് ഈ യൂണിഫോം ഇട്ടിട്ടാണ് കുട്ടി വരുന്നത്. ഇപ്പം ബാഗിൽ സാധാരണ ഉടുപ്പും കരുതിയിരിക്കുക, മാളിൽ പോയിട്ട് യൂണിഫോം മാറ്റിയിട്ട് സാധാരണ ഡ്രസ്സ് ഇട്ട് അവിടെ സാധനം എടുത്തു കൊടുക്കാനും പൊതിയാനൊക്കെ നിൽക്കുകയാണ് പറയാം. അവിടെ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടും, ആ പൈസ വേണം സ്വന്തമായി ചിലവാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് A, അറ്റൻഷൻ. കുട്ടി എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എന്താ കാര്യം എന്നുള്ളതിനെ പറ്റിയിട്ട് അവൻ അറിയാണ്ട് അവനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഫസ്റ്റ് A. രണ്ടാമത്തത് അഫെക്ഷൻ, സ്നേഹിക്കുക. അത് നമ്മൾ സ്നേഹിച്ചാൽ പോരാ, നമ്മൾ സ്നേഹിക്കുന്നതെന്ന് കുട്ടി അറിയണം. ഈ കുട്ടി അറിയുക എന്നുള്ളത് അവൻ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുക അതല്ല. ഇന്നിപ്പോൾ സാമ്പത്തികമായിട്ട് എല്ലാവരും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വെല്ലോ ഈ ചോദിക്കുന്നതെല്ലാം കുട്ടിക്ക് വാങ്ങിക്കൊടുക്കലല്ല സ്നേഹം കാണിക്കില്ലേ. ആ റിയൽ അഫെക്ഷൻ കുട്ടിക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അതെന്താണ്, ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു അമ്മ എങ്ങനെ കുട്ടീനെ സ്നേഹിക്കുന്ന പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എല്ലാം അണുകുടുംബങ്ങളായി
ഒരു കുട്ടി ഇപ്പോൾ കുട്ടിയെ വേണ്ടാന്നുള്ളടത്തേക്ക് എത്തി തുടങ്ങി, പിന്നെ ഇപ്പോൾ കല്യാണമേ വേണ്ടാന്നുള്ള അടുത്ത സ്റ്റേജ് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് അതാ. ഒരു 2-3 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരെയും തുല്യമായിട്ട് ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് സ്നേഹിക്കാണ്ട് കുട്ടിക്ക് അറിയണം ഈ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ ബോണ്ടേജിന് ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. ഏതായാലും നമ്മളതിൻ്റെ രത്നച്ചുരുക്കം മാത്രമാണ് പറയുന്നത് 3 അപ്പോൾ അറ്റൻഷൻ, അഫെക്ഷൻ. മൂന്നാമതായിട്ട് അപ്രിസിയേഷൻ. അധികവും നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മളെ അപ്രിസിയേഷൻ, ഇപ്പോൾ സപ്പോസ് നമുക്കൊരു സാധനം ഒരാൾ കൊണ്ടുത്തന്നു, ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തന്നു, അദ്ദേഹത്തിന് ഒരു താങ്ക്സ് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഈവൻ നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഉറങ്ങി എണീറ്റു രാവിലെ, ആ രാത്രി ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു പോയിരിക്കണോ, പക്ഷെ നമ്മൾ മരിച്ചിട്ട് നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനോട് നമുക്കൊരു നന്ദി പറയാം. ദിവസം തുടങ്ങുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ് യു ക്യാൻ ഡു ജസ്റ്റ് താങ്ക് ഗോഡ് ദറ്റ് ഐ ആം സ്റ്റിൽ അലൈവ്. ഇതേമാതിരി കുട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പോൾ കുട്ടി ഒരു എന്ത് ചെയ്താലും വാട്ട് എവർ ലിറ്റിൽ തിങ് ഈസ് ഡൂയിങ്, അവർ വലിയ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വലുതാണ്, നമുക്കത് ചെറുതായിരിക്കാം. ഇപ്പോൾ കുട്ടി ഒരു പുസ്തകം കടലാസ് അതിൻ്റെ കവറൊക്കെ ഒന്ന് പൊതിഞ്ഞു കൊണ്ടുവന്നു, അത് നന്നായിട്ടുണ്ടല്ലോ എന്നറിയാം. കുട്ടി ഇങ്ങനെ എന്തെങ്കിലും ചെറിയ സംഗതി അപ്രിഷ്യേറ്റ് ചെയ്യുക. കുട്ടികൾ ചെയ്യുന്ന പഠിച്ചു വന്നു, ഇപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയി, ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ ആ പരീക്ഷയിൽ ഇപ്പോൾ ജീവിതം മുഴുവൻ നിൽക്കുക. ആ പരീക്ഷ കുറഞ്ഞു പോയതിന് ആ കുട്ടീനെ നമ്മൾ ശാസിക്കാനോ അതിനൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എല്ലാ കുട്ടികളും ഒരുമാതിരില്ല. അവൻ മാർക്ക് കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതെന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. കിട്ടിയ മാർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യാമല്ലോ. അതെ, നീ 8 മാർക്ക് വാങ്ങിയല്ലോ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കൊന്ന് ഉഷാറാക്കണം കേട്ടോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ബസ് അവനതൊരു സമാധാനം. എന്താ അതിൻ്റെ ബാക്കി 2 മാർക്ക് എവിടെ പോയി, ഇതാ അടുത്ത വീട്ടിലെ കുട്ടി കണ്ടില്ലേ. ഇവിടെയാണ് സർ പ്രശ്നം. നെവർ കമ്പയർ ദി നെയ്ബർഹുഡ് ചൈൽഡ് വിത്ത് യുവർ ചൈൽഡ്. ചെയ്യാനേ പാടില്ലാത്തത്. അപ്പം ഇവന് അപകർഷതാബോധം ഇവൻ്റെ ഈ കുഞ്ഞു മനസ്സിൽ കുഴിച്ചിട്ടാണ്. അത് ഈ ചൊട്ടയിലെ ശീലം ചൊടല വരെ നീ വളരെ ചെറുപ്പപ്രായത്തിൽ മനസ്സിലുണ്ടാകുന്ന ട്രോമയുണ്ടല്ലോ, ഇതൊക്കെ ഈവൻ ദോ വി ഫീൽ ഇറ്റ് എ സ്മോൾ, കുട്ടിക്കതല്ല, അത് വലിയ സംഗതിയാണ്. ഒരിക്കലും കുട്ടികളെ ചീത്ത പറഞ്ഞ് പരിഹസിച്ചിട്ടും കമ്പയർ ചെയ്തിട്ട്, സോ നെവർ കമ്പയർ. 3 അറ്റൻഷൻ, അഫെക്ഷൻ, അപ്രിസിയേഷൻ, ദെൻ നെവർ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇതാണ് കാര്യമായിട്ട് ഉള്ളത്. കുട്ടി ഇപ്പോൾ പഠിത്തത്തിൽ മോശമാണെന്നുണ്ടെങ്കിൽ 2 സംഗതികൾ ആലോചിക്കണം. നമ്മളെങ്ങനെയായിരുന്നു പഠിത്തത്തിൽ, നമ്മളെ കുട്ടിയാണല്ലോ, നമ്മളെ കുട്ടി നമ്മളൊക്കെ മാറ്റി തന്നെ ഉണ്ടാവുള്ളൂ, നമ്പർ 1. പിന്നെ അല്ലേ, നമ്മൾ ചെറുപ്പത്തിൽ എന്തായിരുന്നു സ്ഥിതി അതാലോചിച്ചാൽ മതി. ഞാൻ 3rd ക്ലാസ് പാസ്സിലാണ് സ്ഥിരമായിട്ട് പാസ്സായിരുന്ന ആൾ, എൻ്റെ കുട്ടി 1st ക്ലാസ് പാസ്സാവണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. ജനിതകമായിട്ട് കുട്ടിയുടെ കഴിവുകളുടെ വ്യത്യാസം ഉണ്ടാവും. അതല്ലെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളെത്തി ചില സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരും, സാർ ഇപ്പം പഠിക്കുന്നില്ല, അറ്റൻഷൻ പ്രോസസ് നോക്കുമെന്ന് വെച്ചാൽ കുട്ടി വളരെയധികം അനീമിക്കായിരുന്നു. ആ കുട്ടിക്ക് കുറച്ച് അയണോ B12 ഫോളിക് ആസിഡോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലഡിൻ്റെ ക്വാളിറ്റി ഒന്ന് കൂട്ടിയാൽ മതി, ആ കുട്ടി നന്നാവും. അതെ. അല്ലെങ്കിൽ കുട്ടിക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, ഇല്ലെങ്കിൽ വിറ്റമിൻ A ഡെഫിഷ്യൻസി ഉണ്ടാവും. കുട്ടിക്ക് രാത്രിയായ കണ്ണ് കാണുന്നുണ്ടാവില്ല, പഠിക്കാൻ പറ്റുന്ന പുസ്തകം നോക്കി ഇരിക്കുന്നുണ്ടാവും നിർബന്ധിച്ചിട്ട്. ഇവനെ ഒന്നും കാണുന്നില്ല. A ഡെഫിഷ്യൻസി ഒക്കെ നമുക്ക് വളരെ എളുപ്പം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിറ്റിൽ 2 or 3 months നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫുഡിലൊക്കെ പ്രത്യേകിച്ച് കുട്ടികളെ ഗ്രോയിങ് ഏജിലെ കുട്ടികൾക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒക്കെ സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന സംഗതികളാണ്. പിന്നെ ദെൻ വിറ്റമിൻ D3 ഡെഫിഷ്യൻസി, സച്ച് എ കോമൺ തിങ്. ധാരാളം സൂര്യവെളിച്ചുള്ള നാടാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. സൂര്യൻ എവിടെ നമ്മളെ മേലെ തട്ടണം? സൺഷൈൻ വിറ്റമിൻ. ഒരു അരമണിക്കൂറെങ്കിൽ ആ സൂര്യവെളിച്ചം നമ്മളെ ബെയർ സ്കിന്നിൽ തട്ടണം, എന്നാലേ നടക്കുള്ളൂ. അപ്പോൾ ഈ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടാവും കുട്ടികളെ. അപ്പോൾ പാരൻറ്റിന് ഓൾ ദീസ് തിങ്സ് ആർ. കുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എന്തുകൊണ്ട് പഠിക്കുന്നില്ല, അതിന് കാരണം എന്ത്? അവൻ്റെ ടീച്ചറെ പോയിട്ട് മാസത്തിൽ ഒരിക്കലോ 2 മാസമോ 3 മാസമോ കൂടുമ്പോൾ സ്കൂളിലേക്ക് തന്നെ അഡ്മിഷൻ കണ്ടുവിട്ടാൽ പിന്നെ അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് TC വാങ്ങുമ്പോഴേ പിന്നെ നമ്മൾ സ്കൂളിൽ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ കുട്ടീനെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. പാരൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞത്. രക്ഷകർത്താക്കൾക്ക് സാറിന് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്താണ്? ഒന്ന് ഈ പറഞ്ഞ തന്നെ ഈ 3 Aയും Cയും, അറ്റൻഷൻ, അഫെക്ഷൻ, അപ്രിസിയേഷൻ, ആൻഡ് നെവർ കമ്പയർ യുവർ ചൈൽഡ് വിത്ത് യുവർ നെയ്ബർഹുഡ് ചൈൽഡ്. പിന്നെ അടിച്ചിട്ടും ശാസിച്ചിട്ടും ഒരു കാലത്തും ഒരാളെയും നേരെയാക്കാൻ പറ്റില്ല. വെറുതെ വിചാരിക്കുക കുറച്ച് നേരം നിങ്ങൾ അടി കൊണ്ടിട്ട് അവൻ പേടിയുണ്ടോ അവന് കഴിവില്ലാത്തതുകൊണ്ടോ മിണ്ടാണ്ടിരിക്കും. അതിന് കഴിയും നിങ്ങളോട് എതിർക്കാനുള്ളൊരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും അവൻ പ്രതികരിക്കും. അപ്പം അതല്ല അതിൻ്റെ മെത്തേഡ്. അടിച്ചിട്ടും ഇത് അല്ല അതിൻ്റെ മെത്തേഡ്. കുട്ടിയെ സ്നേഹത്തിൽ കൂടെ തന്നെ സംഗതികൾ മനസ്സിലാക്കാൻ പറ്റില്ല. മോഡേൺ സൈക്കോളജിയിൽ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. മികച്ച കുട്ടികളെ വാർത്തെടുക്കാൻ രക്ഷകർത്താക്കൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
ഇത് തന്നെയാണോ അതോ ഇത് തന്നെ ഈ പറഞ്ഞ ഈ ഇതിൽ അതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അറ്റൻഷൻ, അഫെക്ഷൻ, അപ്രിസിയേഷൻ ആൻഡ് നെവർ കമ്പയർ. ഈ അടിച്ചിട്ടും പിടിച്ചിട്ടല്ല, സ്നേഹിച്ചിട്ട് മാത്രം അവനെ കയ്യിലെടുക്കാൻ പറ്റണം. ബാക്കിയെല്ലാം കഴിയുമായിരിക്കും, പക്ഷെ മറ്റൊരു കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഇന്നും നാളെയും നിൽക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല സാർ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതെന്താ പറയുക, ഇവൻ്റെ ഉള്ളിലുണ്ടാകുന്ന മെൻ്റൽ ട്രോമ. എന്നെക്കാട്ടും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടീനെയാണ് അപ്രിസിയേഷൻ പോരെ, ഇവൻ്റെ മനസ്സിൽ അതൊരു മെൻ്റൽ ട്രോമയാണ്. അത് ആ കുഞ്ഞ് മനസ്സിൽ ഒരു വെള്ള തുണിയിൽ കറ തട്ടാൽ അത് വെള്ള പ്രൊഡോമിനൻ്റ് ആയിട്ട് കാണും അല്ലേ. അതേമാതിരി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ലേറ്റിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കുട്ടീൻ്റെ മനസ്സിലൊരു കറ വീഴുന്നത്. ആ കറ നിൽക്കും. നീ മണ്ടനാടാന്ന് പറഞ്ഞു കേട്ടിരിക്കും. സാമാന്യ കഴിവുള്ള കുട്ടിയടക്കം ഈ തോമസ് ആൽവ എഡിസൻ്റെ കേസൊക്കെ കേട്ടിട്ടില്ലേ? ഇവൻ പഠിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാ. പക്ഷെ ആ കുട്ടീനെ ആ അമ്മ വളർത്തി. അപ്പോൾ ആ അമ്മയ്ക്ക് കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ന് നമ്മൾ കേൾക്കുന്ന തോമസ് ആൽവ എഡിസൺ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാ. ആ എഴുതിയൊരു എഴുത്തുണ്ടായിരുന്നു. അത് അമ്മ മരിച്ചതിന് ശേഷമാണ് ഈ എഡിസൺ ആ എഴുത്ത് കാണുന്നത്. അപ്പോൾ അതൊക്കെ വെരി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മളാരെയും അങ്ങനെ മോശമായിട്ട് സൃഷ്ടിയിലാരും, നമുക്കൊക്കെ വി ആർ ഓൾ പൊട്ടൻഷ്യൽ. സത്യം പറയാനിച്ചപ്പോൾ നമ്മളെ ലൈഫ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ശരീരം മനസ്സെന്ന് പറയുന്നത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ കഴിവുള്ള സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആ സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചിട്ട് വീട്ടിലുള്ള വരവ് ചെലവ് കണക്ക് എഴുതാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എനിക്ക് അതും അതിൽ ചെയ്യാൻ പറ്റും. അതേ ചെയ്യുന്നുള്ളെങ്കിൽ യു ആർ നോട്ട് പുട്ടിങ് ഇറ്റ് ടു ദി ബെസ്റ്റ് യൂസ് അല്ലേ. അതെ, അതേമാതിരിയാണ് നമുക്കൊരു സൂപ്പർ കമ്പ്യൂട്ടറായിട്ടുള്ള ഒരു സംവിധാനം കിട്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ല ഒരു ആപ്പിളിൻ്റെ ഒരു ലാപ്ടോപ്പ്, ഇത് നമ്മൾ ഒരു കാട്ടിൽ കയറിയിട്ട് ഒരു കാട്ടിലൊരു മനുഷ്യന് ഇത് കൊടുത്താലേ അവനിത് തിരിച്ചു മറിച്ചിട്ട് നോക്കുക പറയാൻ തന്നെ അവർ നല്ലൊരു ചോപ്പിംഗ് ബോർഡ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ലേ. ബിക്കോസ് ഹീ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഇറ്റ്. അതേമാതിരി നമുക്ക് കിട്ടിയിട്ടുള്ള ശരീരം മനസ്സെന്ന് പറയുന്നത് ഒരു അപാര സംഭവമാണ്. അതുകൊണ്ടാണ് അറബിന്ദോ പറഞ്ഞത് യോഗ ഈസ് ദി ടെക്നോളജി ടു മേക്ക് എ മാൻ എ സൂപ്പർമാൻ ആവാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് നമ്മൾ ചാനലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. യോഗ സ്കോർ ചെയ്യുന്നത് അവിടെയാണ്. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ആൻഡ് സ്പിരിച്വലി, ഈ 4 ലെവലിൽ നമ്മളെ കൊണ്ടുപോകാൻ പറ്റിയ ഇന്നിപ്പോൾ ദ ചീപ്പസ്റ്റ്, ഈസിലി അവൈലബിൾ, മോസ്റ്റ് ഇക്കണോമിക്കൽ മെത്തേഡ് യോഗ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് മറ്റൊരു ദിവസം ഇരിക്കാം. ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സന്തോഷം.